ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് ആൾ ആർ ഗോയിങ് വെരി ഗുഡ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണോ സ്ഥാനം, വേറെ ആർക്കെങ്കിലും ആണോ സ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി എനിക്ക് ഒന്ന് രണ്ട് റീഡിങ്ങിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു എനർജി എനിക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് അവരുടെ ലൈഫിലുണ്ട്. കാരണം ഒരു കൂട്ടം ആൾക്കാർ ഒരുപാട് ലൈഫിൽ സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. റിലേഷൻഷിപ്പായാലും ഒരുപാട് വേറെ പല കാര്യത്തിനായാലും, കരിയർ വൈസ് ആയാലും റിലേഷൻഷിപ്പ് കാര്യമായാലും എന്ത് തന്നെയാണെങ്കിലും കുറേ ആൾക്കാർ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ചു ക്ഷമിച്ചാണ് വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ട്രാൻസ്ഫോം പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിങ്ങിൽ. ഓക്കെ, ഇപ്പോൾ ഉള്ളൊരു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും അതിൻ്റേതായിട്ടുള്ള രീതിയിലെടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക മെച്ചൂർഡായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ഒരുപാട് സ്നേഹിച്ചു പോയി എന്ന പേരിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിന്നു, ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടും. പക്ഷേ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് എന്തോ തെറ്റായി പോയി, അന്നേനെ വിട്ടിട്ട് പോകാനുള്ളതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടോ എനിക്കത് ഡിസേർവിങ് അല്ല, ഞാൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് ഡിസേർവ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരുപാട് ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ, ആരോടൊന്നും തുറന്നു പറയാനില്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ആൾക്കാരുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും, അവരെ എന്തു പറയാൻ, അവരുടെ ഫിനാൻഷ്യലായിട്ടാണെങ്കിലും, എന്ത് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും അവർക്കിപ്പോൾ ചുറ്റും നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു റോയൽ ആ ഒരു ഇത് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാത്തൊരു സംഭവമൊക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ അവിടെ അവർക്കില്ലാണ്ട് പോയത് സ്നേഹം. ഓക്കെ, ഒരു എന്തു പറയുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടുന്ന ഒരാൾ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ എന്തു പറയാനാ, ഇറങ്ങാനും പറ്റത്തില്ല, ഒന്നും വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, ലൈഫിൽ ഒന്നും വേണ്ടാന്ന് വയ്ക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർ വേറെ ഒരു റിലേഷൻഷിപ്പ് ഓർ സംതിങ് ഒരു കാര്യത്തിൽ അവർ നിൽക്കുകയാണ്. പക്ഷെ അവർക്കത് ലെറ്റ് ഗോ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ട്. അവർ ആഗ്രഹിച്ച് തുടങ്ങിയെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്ന് ഉടനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ ഉറപ്പായിട്ട് അത് അവരുടെ കർമ്മയാണ്. അവർക്ക് വൺസ് അതിന് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അവർക്കത് പറ്റാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഭയങ്കര ട്രാപ്ഡ് ആയിട്ടുള്ളതിൽ നിൽക്കുന്നത്, വളരെയധികം ട്രാപ്ഡ് ആയിട്ടുള്ള അതിൽ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം അവർ എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പോയിട്ട് അവിടെ കിട്ടിയതൊക്കെ ഓക്കെ, ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നന്നായിട്ട് പോയി. പക്ഷേ പിന്നെ ഇവർക്കിപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം അവർ ലൈഫിൽ എന്താണോ ആഗ്രഹിച്ചത്, ഇവർ മാത്രമല്ല ഇവരുടെ ഫാമിലി പോലും അവിടെ എല്ലാം സറണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവർ ചെന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങളെക്കാളും കൂടുതൽ കാശ് എന്തോ സംതിങ് നിങ്ങളിൽ എന്തോ കൂടുതലുണ്ട്, നിങ്ങളെക്കാളും കൂടുതൽ എന്തോ ഉണ്ടെന്നും പറഞ്ഞ് പോയിട്ട് അവിടെ അവർക്ക് അതൊന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളോട് ചെയ്ത കുറ്റത്തിൽ റിഗ്രറ്റിലാണ് അവരുടെ ലൈഫ് ഓരോ ദിവസം പൊക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല അവർക്കിപ്പോൾ എല്ലാം വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് അവർ ചിന്തിച്ചാൽ പോലും, അവർക്കറിയാം അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം അത് ചിന്തിച്ചാൽ പോലും അത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അത്രത്തോളം അവർ കുരുക്കിൽ പെട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, ഞാൻ പറയില്ല അവർക്കവിടെ കാശുണ്ട്, അവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യം കിട്ടും, എന്ത് തന്നെയാണോ എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആരുടെ അടുത്തൊന്നും പറയാൻ പറ്റാതെ. ഇപ്പോൾ അവർ ആലോചിക്കുന്ന കാര്യം കാശും പദവി അതൊന്നും അല്ലായിരുന്നു വലുത്, എനിക്ക് ഉള്ളത് കൊണ്ടായാലും മതിയായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു ജീവിതം, എനിക്ക് എവിടെയായിരുന്നു സമാധാനം കിട്ടിയിരുന്നത്, അതൊന്നും അവർക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യണം, എല്ലാത്തിനും റിലീഫ് വേണം, സംതിങ് എവിടെന്നെങ്കിലുമൊക്കെ മാറി നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും പറ്റാത്ത ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പെട്ടുപോയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അവരുടെ മനസ്സിൽ എന്താണെന്നാണ്, അവരുടെ മനസ്സിൽ അവരവിടെ നിൽക്കുകയാണ്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷെ നിങ്ങളടുത്ത് വരാൻ പറ്റില്ല. ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങളെപ്പറ്റി ഒരുപാട് ആലോചിക്കുന്നുണ്ട്. നിങ്ങളടുത്തുള്ള സ്നേഹമുണ്ട്, ആ സ്നേഹത്തിനേക്കാളും ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ നിങ്ങളടുത്തുള്ളൊരു കുറ്റബോധം അവർ വല്ലാതെ അലട്ടുന്നുണ്ട്.
ഓക്കെ, അവരുടെ പ്രസൻസ് അവർക്ക് അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. തേർഡ് പാർട്ടി സംതിങ് എവിടെ തന്നെ നിന്നാലും അവർക്ക് അവിടെ അവരുടെ പ്രസൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് അവിടെ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇനിയിപ്പോഴൊന്നും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ആ ഒരു പേഴ്സണിന് അറിയാം വെർത്ത് കൊണ്ടും ലൈഫ് ലോങ് ആണെങ്കിൽ പോലും ബിഹേവിയർ കൊണ്ടും മറ്റെന്തുകൊണ്ടും നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്നറിയാം. അവർ ലൈഫിൽ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ കൂടെ ജീവിക്കണം എന്നുള്ളൊരിതാണ്. നിങ്ങൾ അതേ ക്യാരക്ടർ എന്നും പറഞ്ഞാണ് പോയത് വേറെ എവിടെയോ, പക്ഷേ അവിടെ അതൊന്നും അല്ലായിരുന്നു നടന്നത്. ഓക്കെ, ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. പക്ഷേ നിങ്ങളടുത്തേക്ക് വരാൻ പറ്റില്ല, നിലവിലുള്ളൊരു സിറ്റുവേഷനിൽ വരാൻ പറ്റില്ല. ഓക്കെ, അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഉള്ളത്. അവരെവിടെയോ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഒന്നിക്കണം എന്ന്, നിങ്ങളൊന്ന് മാറി നിന്ന് വിളിക്കണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പോലും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പോലും പറ്റാത്ത രീതിയിൽ വളരെയധികം ലോക്ക്ഡായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ അവർ സഫറിങ് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് കാണുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിലുള്ള ചേഞ്ചസ്, നിങ്ങളെന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു, നിങ്ങളുടെ നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും വളരെയധികം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ആളുകളെ എങ്ങനെ കാണണം, എങ്ങനെ ഒരാളുമായിട്ട് ബിഹേവ് ചെയ്യണം, എന്തൊക്കെ അവരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പേഴ്സൺസ് സംസാരിച്ച്, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺസ് കൂടുതൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എല്ലാവരും വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, പെട്ടെന്ന് ആരെന്ത് പറഞ്ഞാലും എന്ത് കാര്യമാണെങ്കിലും വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് കണ്ണടച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു ലെസണാണ് കിട്ടിയിട്ടുള്ളത്. ആൾക്കാരെ എങ്ങനെ എവിടെ വിശ്വസിക്കണം, വിശ്വസിക്കാൻ പാടില്ല, കണ്ണടച്ച് വിശ്വസിക്കരുത്, എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏതൊരു സമയത്ത് പോയാൽ പോലും നിങ്ങൾക്ക് അവിടെ അറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് അവിടെ കൊടുക്കണം എന്ന് നിങ്ങൾ വളരെയധികം റിയലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കര പരിതാപമാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. മനസ്സിൽ നിങ്ങൾ തന്നെയാണ്, തേർഡ് പാർട്ടി ഒന്നുമല്ല. കാരണം അവർക്കത് പറ്റത്തില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ കുരുക്കിൽ പെട്ടുപോയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. സംതിങ് ഗൈഡൻസ് എന്ന് നോക്കാം. മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളത് മനസ്സുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അവർക്കത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, അവർക്കൊന്ന് മാറി നിന്ന് വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും ഒരു സമാധാനത്തിന് ചെയ്യാൻ പറ്റാത്തത്ര അവസ്ഥയിൽ അവർ ലോക്കായി കിടക്കുകയാണ്. ഉറക്കം പോലും ഇല്ലാണ്ട് ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചാണ്. നിങ്ങളെല്ലാ കാര്യവും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ്. നിങ്ങൾക്കറിയാം എന്തൊക്കെ കാര്യം എവിടെയൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ലൈഫിൽ നിങ്ങൾ എന്താ പറയുക, കാണുന്നുണ്ടല്ലോ, മുന്നോട്ട് പോകുന്ന ലൈഫിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരുമായിട്ട് നല്ലപോലെ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വഴി നിങ്ങൾ ഒരുക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു ബ്ലോക്കേജസ് ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ ഉണ്ടായ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരുടെ എങ്ങനെ സംസാരിക്കണം എന്നറിയാം. കുറച്ച് ഷോർട്ട് ടേം പോയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിഹേവിയറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വളരെ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ മിണ്ടുക, കണക്റ്റ് ആവുക, അമ്പലത്തിൽ പോകാൻ ഇഷ്ടമുള്ളൊരു അമ്പലത്തിൽ പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ ഒരു ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് എല്ലാം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അതിന് നിങ്ങൾ ഒന്നിനെ റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നല്ലൊരു പീരീഡാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ്, കാരണം നിങ്ങൾ ട്രാൻസ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. ഓക്കെ, താങ്ക് യു.